സംസ്ഥാന സിവിൽ സർവീസിനെ സംബന്ധിച്ച് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വളരെയേറെ പ്രമുഖരായ ഉദ്യോഗസ്ഥർ പടിയിറങ്ങുന്ന ഒരു ദിവസം എന്നതാണ്. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ഫയർഫോഴ്സ് മേധാവിയും ഡിജിപിയുമായ കെ പത്മകുമാർ, വൈദ്യുതി ബോർഡ് ചെയർമാൻ ബിജു പ്രഭാകർ, വനം മേധാവി ഗംഗാ സിംഗ് എന്നിവരാണ് ഇന്ന് വിരമിക്കുന്ന പ്രമുഖർ. വിനോദ് തന്നെ വിശദാംശങ്ങൾ നൽകും. വിനോദ്, ഡിജിപി പത്മകുമാറിന് ആചാരപരമായ യാത്രയയപ്പ് നൽകുകയാണ് പോലീസ് സേന. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടു. ഒരു പ്രത്യേകത, വെറുതെ ഉദ്യോഗസ്ഥർ സ്ഥാനം ഒഴിഞ്ഞു പോവുക മാത്രമല്ല, അതെല്ലാം ഏപ്രിൽ 30-നും സംഭവിക്കാറുണ്ട്. പക്ഷേ ആ സ്ഥാനത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഇത്തവണ സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല, വളരെ ജനകീയരായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചില വ്യക്തികളാണ് ഇത്തവണ ഒരുമിച്ച് വിരമിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശ്രീജ, IAS തലപ്പത്തെ കാര്യമാണ് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത്. ജയതിലക വരുമ്പോൾ പ്രശാന്തമായുള്ള ഇനിയുള്ള യാത്ര എങ്ങനെയായിരിക്കും, അതായത് ഈ ഔദ്യോഗികമായ കാര്യങ്ങളിൽ ഇരുവർക്കിടയിലുള്ള ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തുന്ന ഒരു കാര്യം കൂടി, നേരത്തെ തന്നെ മെഴ്സിക്കുട്ടിയമ്മ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ പ്രശാന്തിനെതിരെ ആരോപണമുണ്ടായിരുന്നു. ഈ രേഖകൾ പ്രതിപക്ഷത്തിന് ചോർത്തി നൽകിയത് പ്രശാന്താണ് എന്ന ഗുരുതരമായ ആരോപണം അന്ന് മന്ത്രിയായിരുന്ന, പിന്നീട് തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ മെഴ്സിക്കുട്ടിയമ്മ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണണം ഈ രണ്ട് ഉദ്യോഗസ്ഥർ വീണ്ടും ഒരുമിച്ച് സർവീസ് ചെയ്യേണ്ടി വരുന്ന ഒരു സമയത്തെ. മാത്രമല്ല, പോലീസ് തലപ്പത്തും ശ്രീജ പറഞ്ഞതുപോലെ സാധാരണ നിലയിലുള്ള ഒരു മാറ്റമല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ പത്മകുമാർ പോകുമ്പോൾ മനോജ് എബ്രാഹിമിനെ നേരത്തെ DGP റാങ്കിലേക്ക് ഉയർത്തിയിരുന്നു. ADGP ലോ ആൻഡ് ഓർഡർ ആയിരുന്നു അദ്ദേഹം. ആ സ്ഥാനത്ത് നിന്ന് ഫയർഫോഴ്സ് മേധാവിയായി അദ്ദേഹത്തെ മാറ്റുകയാണ്. മാത്രമല്ല, ഈ ലോ ആൻഡ് ഓർഡറിന്റെ തലപ്പത്ത് എപ്പോഴും ADGPമാരാണ് ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ MR അജിത് കുമാർ വീണ്ടും ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അവിടെയും രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് സർക്കാർ നേരിടുന്നത്. പ്രത്യേകിച്ച് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച അജിത് കുമാർ നടത്തി എന്ന ആരോപണം ഉയർന്നു വരികയും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ വിവാദമാവുകയും CPI തന്നെ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് പിന്നീട് ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് അതിന്റെ ചുമതലയിൽ നിന്ന് അജിത് കുമാർ ഒഴിയുന്ന സാഹചര്യമുണ്ടായി. അവിടേക്കാണ് മനോജ് എബ്രഹാം വരുന്നത്. ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഒരു ADGPയെ അവിടെ വെക്കുന്നതല്ല, രണ്ട് IG-മാർക്കായി 2 സോണിന്റെ ചുമതല നൽകുക, ക്രമസമാധാനത്തിന്റെ ചുമതല നൽകുക. DGP പൂർണ്ണമായ മേൽനോട്ടം, ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുക. ഷേഖ് ദർവേ സാഹിബും ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹവും വിരമിക്കുകയാണ്. അതുവരെ ആ പോസ്റ്റ് ഒഴിച്ചിട്ടുകൊണ്ട് പിന്നീട് ADGPയെ ഏതെങ്കിലും ഒരു ADGP ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ H. വെങ്കടേഷിനെയും ശ്രീജിത്തിനെയും അവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആലോചന നടന്നെങ്കിലും തൽക്കാലം ഇരുവരും മറ്റ് ചുമതലകളാണ് ഉള്ളത്. അവർ അതിൽ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് അങ്ങനെയാണെങ്കിൽ ക്രമസമാധാന പാലനത്തിന് ഒരു ADGP ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകും. പക്ഷേ 2 IG-മാർക്കായി അതിന്റെ ചുമതല വീതിച്ചു നൽകുകയും DGP നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ തരത്തിലാണ് പോലീസിൽ കാര്യങ്ങൾ നടക്കുന്നത്. ബിജു പ്രഭാകരന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം KSEB-യിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി നൽകുന്നതിന് വേണ്ടി മന്ത്രി കത്ത് നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. ബിജു പ്രഭാകറും അങ്ങനെ തന്നെയാണ്. KSRTC-യിൽ നമുക്കറിയാം, ഓരോ ദിവസവും ഫേസ്ബുക്കിലൂടെ KSRTC-യിലെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് യൂണിയനുകളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സർക്കാർ ഇടപെട്ടാണ് അത് നിർത്തിച്ചത്. എന്തുകൊണ്ട് KSRTC-യിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വെളിവാക്കുന്നതിന് വേണ്ടിയാണ് അത്രയും ഒരു നടപടിയിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ IAS ഉദ്യോഗസ്ഥരാണ് ഇന്ന് വിരമിക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അങ്ങനെ വളരെ സജീവമായി ഉണ്ടായിരുന്ന 3-4 ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ദിനം കൂടിയാണ് ഇന്ന്. അവസാന ഔദ്യോഗിക ദിനത്തിൽ സഹപ്രവർത്തകരെ പ്രകീർത്തിച്ച് ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ, സേനയുടെ നട്ടെല്ല് മധ്യനിര ഉദ്യോഗസ്ഥരാണ്, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ഈ സേനയിൽ ചെയ്യാൻ കഴിയില്ലെന്നും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പോലീസുകാർ മാറണമെന്നും പത്മകുമാർ പറഞ്ഞു. എന്റെ നീണ്ട സർവീസ് ജീവിതം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഐ ആം റിട്ടയർഡ് ബട്ട് ഐ എം നോട്ട് ടയർഡ് എന്ന് ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതൊരു ഫെയർവെൽ പരേഡ് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്, വിടവാങ്ങൽ പരേഡ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിടവാങ്ങൽ പരേഡ് അല്ല, ഇതൊരു താങ്ക്സ് ഗിവിംഗ് പരേഡാണ്. എന്റെ കൂടെ ജോലി ചെയ്ത് എനിക്ക് എന്നും താങ്ങും തണലും
എന്നെ പിന്തുണച്ചിട്ടുമുള്ള ഒരുപാട് CPOs, സീനിയർ CPOs, ഡ്രൈവർ CPOs, SIs, CIs, DYSPs, പോലീസ് സേനയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവര് എന്റെ കൂടെ ജോലി ചെയ്ത പലരും റിട്ടയർ ചെയ്ത് കഴിഞ്ഞു.